ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് എന്താണ് സംഭവിക്കുന്നത്? എറണാകുളത്ത് തീവാറുന്ന മത്സരം നടക്കുന്ന എറണാകുളത്ത് നമുക്ക് അപ്ഡേറ്റ് ഒടുവിലനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പോളിംഗ് നടക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രദീപ് ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, എറണാകുളത്ത് എങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ? തൃപ്പൂണിത്തുറ ഏറ്റവും മികച്ച പോളിംഗ്. എന്താണ് അവിടെ അങ്ങനെ അത്ര ഒരു പോളിംഗ് ശതമാനം? ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ജില്ലയിലാകെ? പ്രതീക്ഷ, അനൌദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് എറണാകുളം ജില്ലയിലെ പോളിംഗ് 57% കടക്കുന്നു. ഔദ്യോഗികമായി കണക്ക് ലഭിച്ചത് 1:30 മണിക്കാണ്. അതിനുശേഷം ഔദ്യോഗികമായി പോളിംഗ് ശതമാന കണക്കുകൾ ലഭിച്ചിട്ടില്ല. അനൌദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 57% കടക്കുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് കടുത്ത മത്സരം നടക്കുന്ന കുന്നത്തുനാട്ടിലും തൃപ്പൂണിത്തുറയിലുമാണ്. ഈ രണ്ടിടത്തും പോളിംഗ് ശതമാനം 60% കടക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഏതാണ്ട് 55%, അതായത് 1 മണിയോടുകൂടി 55% പോളിംഗ് പിന്നിട്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 60% കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മത്സരത്തിന്റെ ഒരു രൂക്ഷത തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യത എന്ന് സ്വാഭാവികമായും നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതേസമയം കളമശ്ശേരിയിലും എറണാകുളം മണ്ഡലത്തിലുമാണ് നിലവിൽ പോളിംഗ് ശതമാനം ഏറ്റവും കുറവ് കാണിക്കുന്നത്. ഇവിടെയും 50% കടന്നിട്ടുണ്ട്. ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെയും ബൂത്തുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും തന്നെ ഒരു 20, 40 അല്ലെങ്കിൽ 50 പേരോളം ഓരോ ക്യൂവിലും നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഓരോ കെട്ടിടത്തിലും 2ഉം 3ഉം ബൂത്തുകൾ വരെയാണ് ഉള്ളത്. ഈ ഓരോ ബൂത്തിലും ശരാശരി ഏറ്റവും പറഞ്ഞതൊരു 50 പേർ വീതമെങ്കിലും ക്യൂവിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പോളിംഗ് സമയം അവസാനിക്കുന്ന 6 മണിക്ക് ശേഷവും ഒരു പക്ഷേ കുറേ ബൂത്തുകളിലെങ്കിലും പോളിംഗ് തുടരാൻ തന്നെയാണ് സാധ്യത. അതേസമയം ജില്ലയിൽ ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, രാവിലെ ചില സമയങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറില്ലാവുന്ന 3-4 കേസുകൾ, വളരെ നാമമാത്രമായ കേസുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനപ്പുറം പോളിംഗ് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായില്ല. കനത്ത ചൂടിനെ അവഗണിച്ചും പോളിംഗ് ബൂത്തുകളിലേക്ക് എല്ലാം തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്ത്രീകളുണ്ട്, പുതു വോട്ടർമാരുണ്ട്, പ്രായമായ ആളുകൾ ഉൾപ്പെടെ വോട്ടിങ്ങിനായി വിവിധ ബൂത്തുകളിൽ എത്തുന്നു. ഇതൊക്കെ ഏതെങ്കിലും ഒരു ട്രെൻഡിന്റെ സൂചനയാണോ എന്ന് ചോദിച്ചാൽ അത്ര കൃത്യമായി പറയാനാവില്ല. എങ്കിൽ തന്നെ ഒരുപക്ഷെ വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ട്രെൻഡായി കണക്കാക്കുകയും ചെയ്യാം. എന്നാലും വിവിധ തരങ്ങളിൽപ്പെട്ട, അതായത് വ്യത്യസ്ത പ്രായ ശ്രേണിയിലുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ ക്യൂവിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വോട്ടിംഗ് മന്ദഗതിയിൽ മുന്നോട്ട് പോകും. മന്ദഗതി മീൻസ് വോട്ട് ചെയ്ത് പുറത്തു വരാൻ ഒരല്പം കൂടുതൽ സമയം ചില ബൂത്തുകളിലെങ്കിലും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബൂത്തുകളിൽ ഒരുപക്ഷെ ഈ നിശ്ചിത സമയമായ 6 മണിക്ക് ശേഷവും പോളിംഗ് നീണ്ടുപോയേക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തായിരുന്നാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം. നമുക്കറിയാം, ഇപ്പോൾ പ്രദീപ് പറഞ്ഞതിലെ കണക്കിൽ തൃപ്പൂണിത്തുറയും കുന്നത്തുനാടുമാണ് ഏറ്റവും കൂടുതൽ. തൃപ്പൂണിത്തുറ 59 എത്തുന്നു, കുന്നത്തുനാട് 56%. ഈ രണ്ടിടത്തും 2020 ആണ് മത്സരിക്കുന്നത്. കുന്നത്തുനാടിൽ ഓൾറെഡി തന്നെ 2020 വലിയ വോട്ടുണ്ട്. പിന്നെ ഈ സഖ്യമായതുകൊണ്ട് പോയ വോട്ടിന് പകരം BJP വോട്ട് അതിനൊപ്പം ചേരുമോ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്തിന്റെ സൂചനയാണ്? ഇപ്പോൾ പ്രദീപ് പറഞ്ഞ പോലെ ഇത് ഏത് ട്രെൻഡാണ്, എന്തിന്റെ സൂചനയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ